ഹലോ ഗായ്സ്, ഷൈമ റഫീഖിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ വെറൈറ്റി മസാലയാണ്. നിങ്ങളിത് ഉറപ്പായും ട്രൈ ചെയ്യണം. വളരെയധികം സിമ്പിൾ ആൻഡ് ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാം എന്നതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു കടായിയാണ്. ഇനി അടുത്തതായി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് കടായി നമുക്ക് സ്റ്റൗവിൽ വെക്കാം. അങ്ങനെ കടായി നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത്രയും ഓയിൽ മതിയാവും, കൂടുതലായിട്ട് വേണമെന്നില്ല. അങ്ങനെ ഓയിൽ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സവാള ഇടാം. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 3 മീഡിയം സൈസ് സവാള ചെറുതായി ഇങ്ങനെ നേരിയതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്കൊരു തവി വെച്ചിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അടുത്തതായി നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ കല്ലുപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതിയാവും. എന്നിട്ട് നമുക്ക് തവി വെച്ചിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. സവാള ഈ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് നിർത്താം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി വെച്ചിട്ട് നന്നായി ഇതിനെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നന്നായി തന്നെ ഇളക്കാം. അതിനിടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ തക്കാളിയും ക്യാപ്സിക്കം ഒക്കെ നന്നായി കുക്കാവുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പച്ചമുളക്, ജിഞ്ചർ, ഗാർലിക് എന്നിവ നന്നായി അരച്ച് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 തവി മുളക് അരച്ചതാണ്. നിങ്ങൾക്കിതിന് പകരം മുളക് പൊടി ആഡ് ചെയ്യാം. ഞാൻ മുളക് അരച്ചത് മുളകും മല്ലിയും വറുത്തിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ അടുത്തതായി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അടുത്തതായി നമുക്ക് ചിക്കൻ ചേർക്കേണ്ടതുണ്ട്. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചിക്കനും ലിവറും ചെറുതായി അരിഞ്ഞതാണ്. നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായി നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തവി വെച്ചിട്ട് നന്നായി ഇത് മിക്സ് ചെയ്യാം. ചിക്കനിൽ മസാല പിടിക്കും വിധം നന്നായി നമുക്കിങ്ങനെ മിക്സ് ചെയ്യാം. നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. അതിങ്ങനെ ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മൂടി കൊണ്ട് അടച്ച് വെച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ചിക്കനൊക്കെ വേവും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആദ്യം സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് നമ്മുടെ ചിക്കൻ വെറൈറ്റി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ വെറൈറ്റി മസാല ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായി കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ വെറൈറ്റി മസാലയാണിത്. വളരെയധികം സിമ്പിൾ ആൻഡ് ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ ചിക്കൻ വെറൈറ്റി മസാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ സ്വന്തം ഷൈമ റഫീഖ് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.